മുട്ടിൻ്റെ ഉള്ളിലത്തെ വാഷർ അഥവാ മെനിസ്കസ് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നെ മാറും, ചിലത് സർജറി ചെയ്താലേ മാറും. ചിലത് സർജറി ചെയ്താൽ മാറും, പക്ഷേ ഒരു 50% സാധ്യതയുള്ളൂ. ചിലത് സർജറി ചെയ്ത് റിപ്പയർ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഇത് എടുത്തു കളയും. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വക മാറ്റങ്ങൾ അതിൽ വരുന്നത്? നമുക്ക് മെനിസ്കസിനെ 3 സോൺസ് ആയിട്ട് പിരിക്കാം. പെരിഫറൽ സോൺ, സെൻട്രൽ സോൺ ആൻഡ് ഇൻ്റർമീഡിയറ്റ് സോൺ. ഈ പെരിഫറൽ സോണിലാണ് ഏറ്റവും കൂടുതൽ മെനിസ്കസിൻ്റെ രക്തോട്ടമുള്ളത്. ഈ പെരിഫറൽ സോണിനെ നമ്മൾ റെഡ് സോൺ എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ രക്തോട്ടം അവിടെയാണ്. സെൻട്രൽ ഏറ്റവും നടുഭാഗത്തുള്ള സോണിനെ നമ്മൾ വൈറ്റ് സോൺ എന്ന് പറയും. അതിൻ്റെ നടുവിലുള്ള സോണിനെ വൈറ്റ് സോൺ എന്ന് പറയും. അപ്പോൾ ഈ റെഡ് സോണിൽ പരിക്കുകൾ പറ്റുമ്പോൾ പലപ്പോഴും സർജറി ചെയ്താലും റിപ്പയർ ചെയ്താലും പെട്ടെന്ന് മാറും. ഏകദേശം ഒരു 90 to 100% റിസൾട്ട് കിട്ടും. വൈറ്റ് സോണിൽ ഒരു 50 to 70% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും റിപ്പയർ ആവുന്നത്, പ്രൊവൈഡഡ് നല്ല റിപ്പയർ ആവണം. സെൻട്രൽ സോണിൽ വെറും 20% മാത്രമേ സക്സസ് റേറ്റ് ഉണ്ടാവുള്ളൂ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും സെൻട്രൽ സോണിലത്തെ ടയറുകളെ നമ്മൾ ബാലൻസ് ചെയ്ത് എടുത്തു കളയും.